അവനായിരിക്കുന്ന സ്ഥാനത്ത് ഒരിക്കലും ആയിരിക്കരുതെന്ന് ആ ആദം അറിയണം. അതിനുവേണ്ടിയാണ് This evening God is calling you by name. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുകയാണ്. Where are you, dear sister? പ്രിയ സഹോദരി, നീ എവിടെയാണ്? Where are you, dear brother? പ്രിയ സഹോദര, നീ എവിടെയാണ്? His love is a seeking love. അവന്റെ സ്നേഹം അന്വേഷിക്കുന്ന സ്നേഹമാണ്. This world have been scattered like a sheep. ഇന്ന് ലോകം ആടുകളെ പോലെ ചിതറിപ്പോയിരിക്കുന്നു. But he came as a good shepherd seeking after the sheep. എന്നാൽ നല്ല ഇടയനെ പോലെ ആടുകളെ അന്വേഷിച്ചു വന്ന ഒരു കർത്താവ്. For God so loved the world. ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു. It's a seeking love. അത് അന്വേഷിക്കുന്ന സ്നേഹമാണ്. Secondly, it is a saving love. രണ്ടാമത് രക്ഷിക്കുന്ന സ്നേഹമാണ്. That he gave his only begotten son. തന്റെ ഏകജാതനായ പുത്രനെ നൽകി. He wants to save you and me from our sins. നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അവൻ ആഗ്രഹിച്ചപ്പോൾ There was no other way for God. ദൈവത്തിന് വേറെ മാർഗമില്ലായിരുന്നു. He did not keep his beloved son with him. തന്റെ ഏകജാതനായ പുത്രനെ താൻ അവിടെ വെച്ചില്ല. But he gave his son for your sake and my sake. എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. Why did Jesus Christ come into this world? എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്? That people of this world might celebrate Christmas. ഈ ലോകത്തിലെ ആളുകൾ ക്രിസ്തുമസ് ആഘോഷിക്കാൻ വേണ്ടിയാണോ? No. ഒരിക്കലുമല്ല. They are mistaken. അവര് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. But they might know the importance of the death of the Lord Jesus Christ. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. Only person came in this world is to die. Born to die was the Lord Jesus Christ. ഈ ലോകത്തിലേക്ക് മരിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നവനാണ് കർത്താവായ His യേശുക്രിസ്തു. love is the saving love. അവന്റെ സ്നേഹം രക്ഷിക്കുന്ന സ്നേഹമാണ്. When we talk about the saving love, ആ രക്ഷിക്കുന്ന സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ people say like this. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു. People say like this. ആളുകൾ ഇങ്ങനെ പറയുന്നു, God is love. ദൈവം സ്നേഹമാകുന്നു. If God is love, ദൈവം സ്നേഹമാകുന്നെങ്കിൽ He should always forgive sinners. അവൻ പാപികളോട് എപ്പോഴും ക്ഷമിക്കണം. Otherwise, how He can be love? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സ്നേഹമാകുന്നത്? Truly, God is love. തീർച്ചയായിട്ടും ദൈവം സ്നേഹമാകുന്നു. And God, because of His love, should forgive the sinners. ദൈവം തന്റെ സ്നേഹ നിമിത്തം പാപികളോട് ക്ഷമിക്കും. But at the same time, beloved, remember, God is just. അതേ സമയത്ത് ദൈവം നീതിയുള്ള ദൈവം കൂടെയാണ്. And justice of God demands that He must punish the sinner. ദൈവത്തിന്റെ നീതി മനുഷ്യനെ ശിക്ഷിക്കണമെന്ന് പറയുന്നു. Holy God cannot tolerate sin. വിശുദ്ധനായ ദൈവത്തിന് പാപത്തെ സഹിക്കുവാൻ കഴിയില്ല. So two aspects of God. അത് അവിടെ ഇതാ ദൈവത്തിന്റെ രണ്ട് വശങ്ങൾ. God is love. ദൈവം സ്നേഹമാകുന്നു. God is just. ദൈവം നീതിമാനാണ്. The love of God says to God, ദൈവത്തിന്റെ സ്നേഹം ദൈവത്തോട് പറയുന്നു, forgive the sinner. പാപിയോട് ക്ഷമിക്കുക. But the justice of God says to God, എന്നാൽ ദൈവത്തിന് നീതി ദൈവത്തോട് പറയുന്നത്, no, punish the sinner. പാപിയെ ശിക്ഷിക്കുക. What should God do? ദൈവത്തിന് എന്താ ചെയ്യാൻ കഴിയുന്നത്? Because if for the sake of His love, അവന്റെ സ്നേഹം നിമിത്തമായി if He forgives the sinner, പാപിയോട് ക്ഷമിക്കുന്നു, question arises, അപ്പോൾ ചോദ്യം ഉയരുന്നു, where is the justice of God? എവിടെ ദൈവത്തിന്റെ നീതി? If for the sake of His justice, ദൈവത്തിന്റെ നീതി നിമിത്തം if He punishes the sinner, പാപിയെ ശിക്ഷിച്ചാൽ question arises, അവിടെ ചോദ്യം ഉയരുന്നു, where is the love of God? എവിടെ ദൈവത്തിന്റെ സ്നേഹം? Where can you find answer? എവിടെയാണ് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നത്? Once again I say, ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, the answer is in the Lord Jesus Christ. അതിന്റെ ഉത്തരം കർത്താവായ യേശുക്രിസ്തുവിലാണ്. That's what we read now. അതാണ് നാം ഇപ്പോൾ വായിച്ചത്. For God so loved the world, ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു, that He gave His only begotten son. തന്റെ ഏകജാതനായ പുത്രനെ നൽകി. By giving His son, തന്റെ പുത്രനെ നൽകിയതിലൂടെ He expressed His love toward you and me. എന്നോട് നിങ്ങളോടുമുള്ള ദൈവ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടു. But by nailing that son on the cross, എന്നാൽ കാൽവറിയിലെ ക്രൂശിൽ ദൈവം തന്റെ പുത്രനെ He നൽകിയപ്പോൾ expressed the justice of His. ആ ദൈവത്തിന് നീതി അവിടെ വെളിപ്പെടുകയാണ്. Both the things are kept in the Lord Jesus Christ alone. ആ രണ്ട് കാര്യങ്ങളും യേശുക്രിസ്തുവിൽ മാത്രമാണ് അത് പൂർത്തീകരിക്കപ്പെട്ടത്. This evening I call you openly. ഇന്ന് രാത്രി ഞാൻ പരസ്യമായി വിളിക്കട്ടെ, comprehend the love of the Lord Jesus Christ. ദൈവ സ്നേഹ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിങ്ങൾ ഗ്രഹിക്കണം. Only that love can change your life totally. ആ സ്നേഹത്തിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി മാറ്റുവാൻ കഴിയുള്ളൂ. Only that life can change your destination eternally. നിങ്ങളുടെ നിത്യമായിരിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യത്തെ പോലും മാറ്റുവാൻ ഈ സ്നേഹത്തിനെ കഴിയുള്ളൂ. Come unto me all you who labor and are heavy laden. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ. And the Lord said, I will give you rest. യേശുക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. Today it is available for you. ഇന്ന് അത് നിങ്ങൾക്ക് ലഭ്യമാണ്. It's a seeking love. ആ അന്വേഷിക്കുന്ന സ്നേഹം, It's a saving love. രക്ഷിക്കുന്ന സ്നേഹം. Don't stop there. അവിടെ നിർത്തരുത്. Let me stop for a while. ഞാൻ ഒരു അല്പസമയത്തേക്ക് അവിടെ നിർത്തട്ടെ. Because unless these two things are true with you, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായില്ലെങ്കിൽ the next two things will be
meaningless for you. ഈ അടുത്ത രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അതിന് യാതൊരു അർത്ഥവും നിങ്ങളുടെ ജീവിതത്തിൽ And ഉണ്ടാകുകയില്ല. those of you say these two things are true with us. ആരെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞാൽ, If you say that I am sought by the Lord Jesus Christ, ഞാൻ യേശുക്രിസ്തുവിനാൽ അന്വേഷിക്കപ്പെട്ടു, that I am saved by the Lord Jesus Christ, യേശുക്രിസ്തുവിനാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, praise God for your life, brother. നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Praise God for your life, sister. സഹോദരി, നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ Then സ്തുതിക്കുന്നു. there are two more things kept for you. എന്നാൽ രണ്ടു കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. Because it is not only seeking and saving love. അത് അന്വേഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന സ്നേഹം മാത്രമല്ല, Thirdly, it is a keeping love. മൂന്നാമത് ഇത് സൂക്ഷിക്കുന്ന സ്നേഹം For കൂടിയാണ്. God so loved the world ദൈവം ലോകത്തെ സ്നേഹിച്ചു, that he gave his only begotten son, തന്റെ ഏകയാതന പുത്രനെ നൽകി, that whosoever believeth in him അവനിൽ വിശ്വസിക്കുന്ന ഏവനും should not perish. നശിച്ചു പോകാതെ. It's a keeping love. അത് സൂക്ഷിക്കുന്ന സ്നേഹം. It's a love that protects a child of God. ആ ദൈവ പൈതലിനെ ആ സ്നേഹം സംരക്ഷിക്കുന്നു. You can turn with me to Romans epistle. റോമ ലേഖനത്തിലേക്ക് നമുക്ക് തിരിഞ്ഞാൽ Turn to chapter 8. ആ 8-ാം അധ്യായം Look at verse 35. അതിന് 35-ാമത്തെ വാക്യം. Romans chapter 8 and verse 35. റോമാലേഖനം 8-ാം അധ്യായം 35-ാം വാക്യം. Apostle Paul says, അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, who shall separate us from the love of Christ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാ. Who shall separate us? ആരാണ് വേർപിരിക്കുന്നത്? If you read the list there, അവിടുത്തെ ആ പട്ടിക നമ്മൾ ശ്രദ്ധിച്ചാൽ you will be surprised. These are the things man is afraid about. ഈ കാര്യങ്ങളെയാണോ മനുഷ്യൻ ഭയപ്പെടുന്നത്? അത് കണ്ട് നാം അത്ഭുതപ്പെടും. Let me read that verse. ഞാൻ ആ വാക്യം വായിക്കട്ടെ. Who shall separate us from the love of Christ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാ. Shall tribulation കഷ്ടതയോ, or distress സങ്കടമോ, or persecution ഉപദ്രവമോ, or famine പട്ടിണിയോ, or nakedness നഗ്നതയോ, or peril ആപത്തോ, or sword? വാളോ? If you consider these things, ഈ കാര്യങ്ങളെ കുറിച്ച് നാം ഗണിച്ചാൽ these are things that man is worried about. ഈ കാര്യങ്ങളെ കുറിച്ചാണ് മനുഷ്യൻ ഇന്ന് വിചാരപ്പെടുന്നത്. Come to verse 38. നാം 38-ാം വാക്യത്തിലേക്ക് For I am വരുമ്പോൾ, persuaded that neither death, nor life, nor angels, nor principalities, nor powers, nor things present, nor things to come, nor height, nor depth, nor any other creature shall be able to separate us from the love of God which is in Christ Jesus our Lord. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. Take time out to categorize this list. ഈ ഭാഗങ്ങൾ പിന്നാലെ നാം പഠിക്കാനാണ് ശ്രമിക്കുക. These are things which we were worried about in the past. കഴിഞ്ഞ നാളുകളിൽ നാം ഭയപ്പെട്ടിരുന്ന കാര്യങ്ങളാണിത്. Things that we are worried about present. ഇപ്പോഴും നാം ഭയപ്പെടുന്ന കാര്യങ്ങൾ. Things that we are anxious about our future. നാം ഭാവിയിലേക്ക് നോക്കി നാം പലപ്പോഴും ആകാംക്ഷപ്പെടുന്ന കാര്യങ്ങൾ. Our past, our present, or future. നമ്മുടെ ഭാവി, നമ്മുടെ ഭൂതം, നമ്മുടെ വർത്തമാനകാലം. None of these things shall separate a person from the love of the Lord Jesus ഈ Christ. കാര്യങ്ങൾ ഒന്നും ഒരു വ്യക്തിയെ യേശുക്രിസ്തുവിൽ നിന്ന് വേർതിരിക്കുകയില്ല. May I tell you, beloved, it's a keeping love. പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, ഇത് നമ്മെ സൂക്ഷിക്കുന്ന സ്നേഹമാണ്. You may be passing through some times of sickness, ഒരുപക്ഷെ രോഗത്തിലൂടെ നിങ്ങൾ കടന്നു some പോകുന്നവരായിരിക്കാം. times of death and bereavement, ഒരുപക്ഷെങ്കിൽ മരണവും അതിനുള്ള ദുഃഖവും, some times of difficulties in your life. പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകാം. I know as a man I cannot explain that. ആ ഒരു മനുഷ്യ നിലയിൽ എനിക്കത് വിശദീകരിക്കുവാൻ കഴിയില്ല. But there is a word of God which says to us, എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, in spite of those things in your life and mine, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നാലും His love is a keeping love. ദൈവത്തിന്റെ സ്നേഹം നമ്മെ സംരക്ഷിക്കുന്നു. Let me tell you fourthly, നാലാമതായിട്ട് ഞാൻ for പറയട്ടെ, God so loved the world, ദൈവം ലോകത്തെ സ്നേഹിച്ചു. it's a seeking love. അത് അന്വേഷിക്കുന്ന That He gave സ്നേഹമാണ്. His only begotten Son. തന്റെ ഏകയാതന പുത്രനെ നമുക്ക് വേണ്ടി നൽകി. It's a saving love. അത് രക്ഷിക്കുന്ന That സ്നേഹമാണ്. whosoever believeth in Him should not perish. അവനെ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ. It's a keeping love. അത് സൂക്ഷിക്കുന്ന സ്നേഹമാണ്. But have an everlasting life. നമുക്ക് നിത്യജീവൻ നൽകേണ്ടതിന് തന്നെ. It's a uniting love. അത് നമ്മെ ഒരുമിപ്പിക്കുന്ന സ്നേഹമാണ്. I rejoice in that fact of uniting love. അത് നമ്മെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന സ്നേഹമാണ്. Did not Apostle Paul write to the church at Thessalonica? തെസ്സലോനിക്ക സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതി, In chapter 4 and verse 13 onward, 1 തെസ്സലോനിക്ക 4-ാം അധ്യായം അതിന്റെ 13 that വാക്യങ്ങളിൽ, you should not sorrow like the people of this world, ഈ ലോകത്തിലെ ആളുകളെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. because you have a living hope in you. കാരണം നിങ്ങൾക്ക് ജീവനുള്ള പ്രത്യാശയുണ്ട്. One day, according to the word of the Lord, He who has gone for us there in heaven above, ഇന്ന് ദൈവവചന പ്രകാരം നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് പോയി ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം He is coming once again. ഒരിക്കൽ കൂടെ അവൻ വരുവാൻ പോകുകയാണ്. Verse 16 says, for the Lord Himself shall descend with a shout. കർത്താവ് താൻ ഗംഭീര നാദത്തോടുകൂടെ ഇറങ്ങി വരും എന്നാണ് എഴുതിയിരിക്കുന്നത്. Oh, day of all wonders of wonder. അത് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. Only a child of will be able to meet his beloved
Lord then. ഒരു ദൈവവൈദ്യന് മാത്രമേ കർത്താവിനെ ഉയരത്തിൽ ദർശിക്കുവാൻ The കഴിയുള്ളൂ. Lord himself shall descend with a shout, കർത്താവ് തന്നെ ഗംഭീരനാദത്തോടുകൂടി ഇറങ്ങി വരും. with the voice of an archangel, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, trump of God. ദൈവത്തിന്റെ കാഹളത്തോട്. The dead in Christ shall come to life, അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. and those who are alive shall be transfigured, ജീവനോട് ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും. and we all shall meet the Lord in the air. അങ്ങനെ നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. It's a uniting love. അത് നമ്മെ എല്ലാവരും ഒന്നിച്ചു ചേർക്കുന്ന സ്നേഹമാണ്. We will be united with the Lord. നാം കർത്താവിനോട് ഒന്നിച്ചു ചേരും. The Lord to whom now we do not see, നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മുടെ കർത്താവിനെ yet we believe, എന്നിലും നാം വിശ്വസിക്കുന്നു. yet we love him. എന്നിട്ട് നാം സ്നേഹിക്കുന്നു. That day we'll be able to see him face to face. അന്ന് അവനെ മുഖാമുഖം കാണുവാൻ നമുക്കിടയാകും. We will meet our Lord. നമ്മുടെ കർത്താവിനെ നാം കാണും. Not only that, അത് മാത്രമല്ല, but we will meet our beloved ones. നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാണും. Maybe my husband, ഒരുപക്ഷെ ഭർത്താവിനെ, maybe my wife, അല്ലെങ്കിൽ ഭാര്യയെ, maybe my father, ഒരുപക്ഷെ പിതാവിനെ, maybe my mother, അല്ലെങ്കിൽ ആ മാതാവിനെ, maybe my son, ഒരുപക്ഷെ മകനെ, maybe my daughter. അല്ലെങ്കിൽ മകളെ. Today if you're sorrowful in your heart because of their departure, അവരുടെ വേർപാട് നിമിത്തം ഹൃദയത്തിൽ വേദന അനുഭവിക്കുന്നെങ്കിൽ, be constrained with the love of the Lord Jesus Christ, ദൈവ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുമ്പോൾ, which not only keeps you and me, അത് നമ്മെ സൂക്ഷിക്കുക മാത്രമല്ല, but is going to unite us together once again. ഒരിക്കൽ കൂടെ നമ്മെ ഒന്നിച്ചാക്കാൻ പോകുകയാണ്. I say hallelujah. ഞാൻ ഹല്ലേലൂയ പറയട്ടെ. Praise God for that day. ആ ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. And the students of the Bibles will know ദൈവവചന ഒരു പഠിതാവിന് അറിയാം, the coming of the Lord is very near. കർത്താവിന്റെ വരവ് ഏറ്റവും Then സമീപമായിരിക്കുന്നു. what is expected of us? എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്? That we be constrained with the love of the Lord Jesus Christ. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നാം നിർബന്ധിക്കപ്പെടണം. Comprehend the love. ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഗ്രഹിക്കണം. Be constrained with that love. ആ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടണം. Let me ask you these questions to you, ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. as if I found that the Lord was asking these questions to me. ഈ ചോദ്യം ദൈവം